മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമുഖ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ സാഹറിനെ ജാമ്യത്തിൽ ഇറക്കാൻ വേണ്ടിയിട്ട് അനന്തും മാർഗവും സ്റ്റേഷനിലേക്ക് ചെല്ലുന്നുണ്ട്. സ്റ്റേഷനിൽ ചെന്നതും SI പറയുന്നുണ്ട് സ്റ്റേഷൻ ജാമ്യം തരുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇത് കോടതിയിലെത്തുമ്പോൾ സാഗർ നിരപരാധിയാണെന്നുള്ള കാര്യം കോടതിയിൽ തെളിയിക്കേണ്ട ഉത്തരവാദിത്തം നിങ്ങളുടെയാണ്. ആ സമയത്ത് മാർക്കോ പറയുന്നുണ്ട് എന്തായാലും ഇത് സാഗർ ചെയ്യുമെന്ന് എനിക്ക് തോന്നണില്ല സാർ, ആ മേഘനാഥൻ്റെ പണിയായിരിക്കും എന്ന് പറയുമ്പം അവൻ എന്നോടും കരഞ്ഞ ആണയിട്ട് പറഞ്ഞു അവനിത് ചെയ്തിട്ടില്ല, മേഘൻ ചതിച്ചതായിരിക്കുമെന്ന്. അങ്ങനെ ചതിച്ചതാണെങ്കിൽ അതിനുള്ള തെളിവ് നിങ്ങൾ എത്രയും പെട്ടെന്ന് കണ്ടെത്തണം. കോടതിയിലേക്ക് കേസ് എത്തുന്നതിന് മുമ്പായിട്ട് തെളിവ് നമ്മൾ ശേഖരിച്ചാലേ അത് കോടതിയെ നമുക്ക് ബോധ്യപ്പെടുത്താൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഇവൻ വീണ്ടും ജയിലിൽ പോകേണ്ട വരും. പിന്നെ തോമസ് ഡോക്ടറും ഇതിനകത്ത് പെടും. ഇപ്പം ശരിക്കും ഡോക്ടറെയും കസ്റ്റഡിയിൽ എടുക്കേണ്ടതായിരുന്നു. അത് ഞാൻ ചെയ്യാതിരുന്നത് ഡോക്ടർ നല്ലൊരു മനുഷ്യനായതുകൊണ്ടാണ്. ഇനിയിപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ജാമ്യം തന്നേക്കാമെന്നും പറഞ്ഞുകൊണ്ട് ആ SI പോലീസുകാരനോട് പറയുന്നുണ്ട് സാഗറിനെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടാന്ന്. അങ്ങനെ സാഗറിനെ വിളിച്ചുകൊണ്ടുവന്നതും സാഗർ അനന്തുവിനോടൊക്കെ ഒരുപാട് നന്ദി പറയുന്നുണ്ട്. ആ സമയത്ത് അനന്ത് പറയുന്നുണ്ട് നീ എന്നോട് നന്ദി പറയേണ്ട കാര്യമൊന്നുമില്ല, എന്തായാലും മഞ്ജു സന്തോഷമായിട്ടിരിക്കണമെന്നേ ഞങ്ങൾ ആഗ്രഹിക്കണുള്ളൂ. നീ ഈ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിന്നെ ഞങ്ങൾ ഉറപ്പായിട്ടും രക്ഷിക്കും. അഥവാ നീ ഇതുപോലൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിന്നെ ഞങ്ങൾ വെറുതെ വിടുകയില്ല. ആ സമയത്ത് സാഗർ വീണ്ടും പറയുന്നുണ്ട് ഇല്ല അനന്തു സാറേ, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല. മഞ്ജു എൻ്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം ഞാൻ ഇതുപോലൊരു കാര്യം ചിന്തിച്ചിട്ട് കൂടിയില്ല എന്ന് പറയുമ്പോൾ മാർക്കോ പറയുന്നുണ്ട് എന്തായാലും നീ ഇപ്പോൾ പറയുന്നത് ഞങ്ങൾ വിശ്വസിക്കുന്നു, പക്ഷേ അവസാനം നീ ഇത് ചെയ്തതെന്ന് തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിൻ്റെ അന്ത്യം എൻ്റെ കൈകൊണ്ടായിരിക്കും. ആ സമയത്ത് സാഗർ പറയുന്നുണ്ട് ഞാൻ ചെയ്തു എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ മാർക്കോ എന്നെ കൊന്നോ അതിനെനിക്ക് കുഴപ്പമില്ല, പക്ഷേ ഞാൻ ചെയ്തു എന്ന് തെളിഞ്ഞതിന് ശേഷം എന്നെ എന്തെങ്കിലും ചെയ്യാവുള്ളൂ. ഇതേ സമയം നമ്മളുടെ മഞ്ജു ആണെങ്കിൽ ഇങ്ങനെ ആകെ സങ്കടപ്പെട്ടിരിക്കുക. വീട്ടിൽ ചെന്നപ്പം ദുർഗ പറഞ്ഞ കാര്യങ്ങളും കണ്ണൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർത്തിട്ട് മഞ്ജു ഇരുന്ന് കരയുന്നുണ്ട്. എന്നിട്ട് മഞ്ജു ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എന്നാലും എൻ്റെ അമ്മ എന്തൊരമ്മയാണ്, സ്വന്തം മകൾക്കൊരാപത്ത് വന്നിട്ട് അതിനെ ഒന്ന് മൈൻഡ് ചെയ്യുക പോലും ചെയ്യാതെ ഒരു വൃത്തികെട്ട അനന്തരവനെ ന്യായീകരിക്കുന്ന അമ്മ എനിക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതുപോലൊരു സ്ത്രീയുടെ മകളായിട്ട് തന്നെ ഞാൻ ജനിച്ചല്ലോ. എൻ്റെ അച്ഛൻ ജീവിച്ചിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. എന്തായാലും കണ്ണേട്ടനും ഏടത്തെയും സഹായിക്കുമെന്ന് വിചാരിച്ച് അവരും എന്നെ സഹായിച്ചില്ല. അതിനവരെ തെറ്റ് പറയാനും പറ്റൂല. സാഗറേട്ടൻ അവരോട് ചെയ്തത് അത്രയും വലിയ ദ്രോഹമാണല്ലോ. അന്ന് ഞങ്ങളും ഏടത്തിയെ കുറ്റം പറഞ്ഞു, അതിൻ്റെ തിരിച്ചടിയായിരിക്കും എനിക്കിപ്പോൾ ഇതുപോലെ വന്നേക്കണേ. എന്തായാലും സാഗറേട്ടൻ തെറ്റൊന്നും ചെയ്യില്ല എന്ന് തന്നെ എൻ്റെ വിശ്വാസം. ഇനി മേഘനെങ്ങാനും സാഗറേട്ടനെ ചതിച്ചതാണെങ്കിൽ മേഘനെ ഞാൻ വെറുതെ വിടാനും പോകുന്നില്ല. അങ്ങനെ മഞ്ജു ഓരോന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന സമയത്താണ് കോളിംഗ് ബെല്ലടിക്കുന്ന സൗണ്ട് കേൾക്കണേ. വേഗം തന്നെ മഞ്ജു മാർക്കോയെ ആരെങ്കിലും വന്നതായിരിക്കും എന്ന് വിചാരിച്ച് ഓടിച്ചെന്ന് ഡോറ് തുറന്ന് നോക്കുന്ന സമയത്ത് കാണുന്നത് സാഗറിനെയാണ്. സാഗറിനെ കണ്ടതും മഞ്ജുവിന് ദേഷ്യവും സങ്കടവും എല്ലാം വരുന്നുണ്ട്. എന്നിട്ട് മഞ്ജു ചെന്ന് ചോദിക്കുന്നുണ്ട് സാഗറേട്ടനെ ആരാ പുറത്തിറക്കിയെന്ന് ചോദിക്കുമ്പം അത് അനന്ത് സാറും മാർക്കോയും കൂടെ കൂടിയാണ്. അപ്പോൾ കണ്ണേട്ടൻ വന്നോന്ന് ചോദിക്കുമ്പം കണ്ണൻ സാറ് വന്നില്ലെങ്കിലും കണ്ണൻ സാറ് പറഞ്ഞിട്ടാണ് അനന്ത് സാറ് വന്നത്. കണ്ണൻ സാറ് വന്നില്ല എന്ന് വിചാരിച്ച് എനിക്ക് പരാതിയോ വിഷമോ ഒന്നുമില്ല, കാരണം ഞാൻ അവരോട് ചെയ്തത് അത്ര വലിയ ദ്രോഹം. കണ്ണൻ സാറും മഹാലക്ഷ്മിയും എന്നെ സ്വന്തം സഹോദരനായിട്ടാണ് കണ്ടത്. എന്നിട്ട് ആ മേഘനാഥൻ്റെ വാക്കും കേട്ട് ഞാൻ അവരോട് പൊറുക്കാൻ പറ്റാത്ത ദ്രോഹമല്ല ചെയ്തത്, അതുകൊണ്ട് എനിക്കതിൽ വിഷമമൊന്നുമില്ല മഞ്ജു എന്ന് പറയുന്നു. ആ സമയത്ത് മഞ്ജു പറയുന്നുണ്ട് സാഗറേട്ടന് ഉറപ്പുണ്ടോ സാഗറേട്ടനൊന്നും ചെയ്തിട്ടില്ല എന്ന്. മഞ്ജു എനിക്ക് ഉറപ്പുണ്ട്, അത് ഉറപ്പായിട്ടും ആ മേഘനാഥൻ തന്നെ ചെയ്തിരിക്കുന്നത്. അവനക്ക് ഈ കഞ്ചാവ് കച്ചവടക്കാരായിട്ട് ബന്ധമുള്ളതുകൊണ്ട് അവൻ എൻ്റെയും നിൻ്റെയും ജീവിതം തകർക്കാൻ വേണ്ടി ചെയ്തതാണ്. അതുമാത്രമല്ല ഇപ്പോഴും അവൻ്റെ ആഗ്രഹം നിന്നെ അവൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകണമെന്ന് തന്നെയാണ്, എന്നാലല്ലേ അവന് കണ്ണൻ സാറിൻ്റെ സ്വത്തുക്കൾ കിട്ടുള്ളൂ. ആ സമയത്ത് മഞ്ജു പറയുന്നുണ്ട് ഇനിയിപ്പോൾ സാഗറേട്ടൻ എന്തെങ്കിലും സംഭവിച്ചാലും സാഗറേട്ടൻ മരിച്ചാൽ പോലും ഞാൻ ആ മേഘൻ്റെ ജീവിതത്തിലേക്ക് പോകില്ല, അത് വിചാരിച്ച് അവൻ നിൽക്കുകയും വേണ്ടാന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ പ്രതാപനെയാണ്. പ്രതാപനാണെങ്കിൽ വീട്ടിലോട്ട് ചെല്ലുന്നുണ്ട് അമ്മയോട് കാര്യങ്ങൾ പറയാനായിട്ട്. ആ സമയത്ത് പ്രതാപൻ്റെ വണ്ടിയുടെ സൗണ്ട് കേട്ടതും പ്രതാപൻ്റെ അമ്മയാണെങ്കിൽ മോള് വന്നല്ലോ എന്നും പറഞ്ഞ് ഓടി ഇറങ്ങി വരുന്നുണ്ട്. അങ്ങനെ ഓടി വരുമ്പം തന്നെ പ്രതാപൻ ജീപ്പിൽ നിന്ന് ഇറങ്ങി വരുന്നതാണ് പ്രതാപൻ്റെ അമ്മ കാണുന്നത്. അപ്പോൾ മോളെവിടെ പ്രതാപമെന്ന് ചോദിക്കുമ്പം അത് മോളെന്നും പറഞ്ഞ് പ്രതാപനിങ്ങനെ വിൽക്കുന്നുണ്ട്. ആ സമയത്ത് പ്രതാപൻ്റെ അമ്മ ചോദിക്കുന്നുണ്ട് എന്താടാ മോൾക്ക് എന്താ പറ്റിയത്, മോൾക്ക് എന്തിനു കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുമ്പം മോൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷേ മോളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന് എന്താടാ പറ്റിയത്, കുഞ്ഞ് പോയോ എന്ന് ചോദിക്കുമ്പോൾ അതേ അമ്മയെ കുഞ്ഞ് പോയിന്ന്. അത് കേട്ടതും പ്രതാപൻ്റെ അമ്മയാണെങ്കിൽ ഭയങ്കരമായിട്ട് കിടന്ന് കരയുന്നുണ്ട്. ഈ സമയത്ത് നമ്മളുടെ മോഹിനി അങ്ങോട്ട് വരുന്നുണ്ട്. മോഹിനി വന്നിട്ട് എന്താ പ്രതാപേട്ട കാരണം മോൾക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പം മോൾക്ക് ഇത്തിരി ഗുരുതരമായ അവസ്ഥയാണ്, അതുമാത്രമല്ല
നിൻ്റെയൊക്കെ പ്രാക്ക് പോലെ തന്നെ മോളുടെ കുഞ്ഞ് മോൾക്ക് നഷ്ടപ്പെട്ടു. ആ സമയത്ത് മോഹിനി പറയുന്നുണ്ട്, ഈ സമയത്ത് ഇങ്ങനത്തെ വർത്തമാനമൊക്കെ പറയല്ലേ പ്രതാപേട്ട, കരുണമോൾക്ക് കുഴപ്പം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പം കരുണമോളെ രക്ഷപ്പെടുത്താൻ ഡോക്ടർമാർ നോക്കിക്കൊണ്ടിരിക്കുക. എന്തായാലും നിൻ്റെ സങ്കടം തീർന്നല്ലോ. നിൻ്റെ മൂത്ത മകള് അമ്മയാവണതിന് മുമ്പ് ഞങ്ങളുടെ കുഞ്ഞ് അമ്മ ആവണതിന് നിനക്ക് ഭയങ്കര വിഷമാറുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ മോഹിനി പറയുന്നുണ്ട്, ഞാൻ ഒരിക്കലും അങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല. ഇനിയിപ്പോൾ നിൻ്റെ മോളും മരുമകനും വന്നപ്പം എന്തെങ്കിലും വിഷം കലക്കി ഞങ്ങളുടെ കുഞ്ഞിന് കൊടുത്തതാണോ എന്നും അറിയില്ല എന്ന് പറയുമ്പം മോഹിനി പറയുന്നുണ്ട്, അതിന് നിങ്ങളുടെ മനസ്സല്ലല്ലോ കണ്ണനും മഹാലക്ഷ്മിക്കും, അതുകൊണ്ട് നിങ്ങളെക്കൂട്ടൊന്നും അവർ ചിന്തിക്കൂല, ഒരിക്കലും അവരതുപോലത്തെ ഒരു പ്രവൃത്തി ചെയ്യുകയില്ല എന്ന്. പിന്നീട് പ്രതാപനും പ്രതാപൻ്റെ അമ്മയും അകത്തേക്ക് കയറി പോകുന്നുണ്ട്. എന്നിട്ട് പ്രതാപൻ അമ്മയോട് ചോദിക്കുന്നുണ്ട്, അമ്മേ ഇനി കരുണമോളെങ്ങാനും വിഷം ചേർത്ത പായസം കുടിച്ചിട്ടുണ്ടാവുമെന്ന് ചോദിക്കുമ്പം അതെങ്ങനെയാടാ പ്രതാപ, മോള് നേരത്തെ തന്നെ പായസം എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു എന്നല്ലേ പറഞ്ഞ്, അതിന് ശേഷമല്ലേ പായസത്തിൽ വിഷം കലർത്തിയത്. ആ പായസം ബാക്കി ഉണ്ടായിരുന്നത് മൊത്തം ആ മഹാലക്ഷ്മി കുടിക്കുകയും ചെയ്തു. പിന്നെ എങ്ങനെയാണ് മോൾക്കത് സംഭവിക്കണമെന്ന് ചോദിക്കണം. ആ സമയത്ത് പ്രതാപൻ പറയുന്നുണ്ട്, എന്തോ ഒരു അത്ഭുതം നടന്നിട്ടുണ്ട് അമ്മേ. അതുമാത്രമല്ല മഹാലക്ഷ്മിയും ആ മോഹിനിയും എപ്പോഴും ദൈവങ്ങളെയും വിളിച്ചുകൊണ്ട് നടക്കണവരല്ലേ, അതുകൊണ്ട് തന്നെ ദൈവങ്ങളിൽ കൂട്ടുള്ള അവരെ ഒന്നും ചെയ്യാൻ നമുക്ക് പറ്റില്ലായിരിക്കും. ഇനിയിപ്പോൾ അതുകൊണ്ടായിരിക്കുമോ മോൾക്ക് ബുദ്ധിമുട്ട് വന്നേക്കണേ. എന്തായാലും വൈദ്യുതി തന്നാൽ മറുമരുന്ന് അമ്മയുടെ കയ്യിലില്ലേ, ആ മരുന്നെടുക്കുക, എത്രയും പെട്ടെന്ന് ഞാനിത് കൊണ്ടുപോയി മോൾക്ക് കൊടുക്കാം, അപ്പോൾ പിന്നെ മോൾക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ എന്ന് പറയുന്നു. ആ സമയത്ത് പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, അത് നീ പറഞ്ഞത് ശരിയാടാ പ്രതാപ, ഇനിയിപ്പോൾ മോള് ആ വിഷമരുന്ന് കഴിച്ചിട്ടില്ലെങ്കിൽ ഈ മറുമരുന്ന് കഴിച്ചാൽ പ്രശ്നമാവില്ലേ പ്രതാപ എന്ന് ചോദിക്കുമ്പം എനിക്കൊന്നും അറിയില്ല അമ്മേ, ഞാനിപ്പോൾ എന്ത് ചെയ്യണം, ഡോക്ടർക്കാണെങ്കിൽ ഇത് എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്ന് ഇതുവരെയും മനസ്സിലായിട്ടുമില്ല, അതിന് ഇനി കൂടുതൽ ടെസ്റ്റുകൾ നടത്തണം എന്നാണ് ഡോക്ടർ പറഞ്ഞേക്കണേന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മഹാലക്ഷ്മീനെയാണ്. മഹാലക്ഷ്മിയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ട് നിൽക്കുന്ന സമയത്ത് കണ്ണൻ ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി, താൻ എന്തിനെങ്കിലും സങ്കടപ്പെട്ട് നിൽക്കണേന്ന് ചോദിക്കുമ്പം എന്നാലും കണ്ണേട്ട കരുണയ്ക്ക് എന്തായിരിക്കുമോ സംഭവിച്ചത്, കരുണയുടെ കുഞ്ഞ് മരിച്ചു എന്നാണ് പറഞ്ഞതെന്ന്. ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട്, എന്തായാലും കരുണയ്ക്ക് അമ്മയാവാനുള്ള യോഗ്യതയൊന്നുമില്ല, അതുകൊണ്ടായിരിക്കും ദൈവങ്ങൾ അവളുടെ കുഞ്ഞിനെ അങ്ങോട്ട് വിളിച്ചത്. അവൾക്കൊരു കുഞ്ഞ് ജനിച്ചിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞിൻ്റെ അവസ്ഥ എന്താവുമെന്ന് മഹിയൊന്ന് ആലോചിച്ച് നോക്കിയെന്ന്. ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട്, നമ്മൾ അങ്ങനെയൊന്നും പറയാൻ പാടില്ല കണ്ണേട്ട, ഒരു ജീവനല്ലേ ഇല്ലാതായത്. ഇപ്പോൾ കരുണയുടെ അവസ്ഥ എന്താണെന്ന് ചോദിക്കുമ്പം ഒന്നും പറയാറായിട്ടില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞ്. ഉണ്ണിക്കൊന്ന് വിളിച്ച് നോക്ക് കരുണേട്ടാന്ന് പറയുമ്പം എന്തിനാ വിളിക്കണേ, താൻ മരിച്ചു എന്നും പറഞ്ഞ് കേക്ക് മുറിച്ച് ആഘോഷിച്ചവരല്ലേ ഉണ്ണിയും കരുണയും അവളുടെ അച്ഛനും മുത്തശ്ശിയൊക്കെ, അതുകൊണ്ട് തന്നെ നമ്മളിത് വിളിച്ച് അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനിയിപ്പോൾ താൻ വിളിച്ച് അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ തനിക്ക് കുഞ്ഞ് പോയതിൽ സന്തോഷമാണെന്നും പറഞ്ഞ് അതിൻ്റെ കുത്തുവാക്കും താൻ കേൾക്കേണ്ട വരുമെന്ന്. ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട്, അത് ശരിയാ, അല്ലെങ്കിൽ തന്നെ അമ്മ ഇന്നലെ എന്നോട് ചോദിച്ചു, നീ അവിടെ ചെന്നപ്പം കരുണമോൾക്ക് എന്തെങ്കിലും കലക്കി കൊടുത്തായിരുന്നോ എന്ന്. അപ്പം ഞാൻ അവരോട് പറയുകയും ചെയ്തു, അതിന് നിങ്ങളുടെ മനസ്സല്ലല്ലോ ഞങ്ങളങ്ങനെ ആർക്കും വിഷമൊന്നും കലക്കി കൊടുക്കാറില്ല എന്ന് പറയുകയും ചെയ്തു. ഇനിയിപ്പോൾ ആ പഴിയും കൂടി എൻ്റെ തലയിലേക്ക് വരുമായിരിക്കും കണ്ണേട്ടാന്ന് പറയുമ്പോൾ ആരെന്ത് പറഞ്ഞാലും നമുക്ക് പ്രശ്നമല്ല മഹി, നമ്മളാർക്കും ഒരു ദ്രോഹവും ചെയ്യുന്നില്ലല്ലോ, ദ്രോഹിക്കാൻ നടക്കുന്നത് മൊത്തം അവരല്ലേന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മാർക്കോവിനെയും അനന്തുവിനെയും സാഗറിനെയാണ്. അപ്പോൾ അനന്തും മാർക്കോയും കൂടി സാഗറിനോട് ചോദിക്കുന്നുണ്ട്, അന്ന് നീ തോമസ് ഡോക്ടറുടെ കാറുമായിട്ട് ഇതിലേക്ക് പോയിന്ന്. ആ സമയം സാഗർ എല്ലാ കാര്യങ്ങളും ഓർത്തെടുത്ത് പോയ സ്ഥലങ്ങളൊക്കെ മാർക്കോയോടും അനന്തുവിനോടും കൃത്യമായി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് അനന്തു അതെല്ലാം എഴുതിയെടുത്തിട്ട് മാർക്കോയോട് പറയുന്നുണ്ട്, ഈ പോയ വഴിക്കുള്ള എല്ലാ CCTV നീ ചെക്ക് ചെയ്യണം, ഏതൊക്കെ കടകളിൽ CCTV ഉണ്ടോ അവിടത്തെയൊക്കെ വിഷ്വൽസ് നീ ശേഖരിക്കണം, എന്നാലേ നമുക്ക് ആവശ്യമുള്ള തെളിവ് കിട്ടുള്ളൂ എന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഉണ്ണീനെയാണ്. ഉണ്ണിയാണെങ്കിൽ പുറത്തിരിക്കുന്ന സമയത്ത് ഒരു സിസ്റ്റർ വന്നിട്ട് പറയുന്നുണ്ട്, കരുണയ്ക്ക് ബോധം തെളിഞ്ഞു, വേണമെങ്കിൽ കാണണമെങ്കിൽ കയറി കണ്ടോളാൻ. അങ്ങനെ ഉണ്ണി അകത്തേക്ക് ചെല്ലുന്ന സമയത്ത് കരുണയാണെങ്കിൽ ആകെ ഇങ്ങനെ തളർന്ന് കിടക്കാൻ കേട്ടോ. അപ്പോൾ ഉണ്ണിക്ക് കരുണയുടെ കിടപ്പ് കാണുമ്പോൾ ഭയങ്കരമായിട്ട് സഹതാപം തോന്നുന്നുണ്ട്. എന്നിട്ട് അടുത്ത് ചെന്നിരുന്ന് കരുണയുടെ തലയിൽ ഇങ്ങനെ തലോടുന്ന സമയത്ത് കരുണ ഉണ്ണിയുടെ നേരെ കണ്ണു തുറന്ന് നോക്കുന്നുണ്ട്. എന്നിട്ട് എന്താ ഉണ്ണിയേട്ടാ, എനിക്ക് എന്താ പറ്റിയ, എനിക്ക് തീരെ വയ്യല്ലോ ഉണ്ണിയേട്ടാ എന്ന് പറയുമ്പം കരുണ ഒന്നും ഓർത്ത് ടെൻഷൻ ആവണ്ട, നിനക്കൊന്നും പറ്റിയിട്ടില്ല എന്ന് പറയുന്നു. ആ സമയത്ത് ഉണ്ണി കരുണയോട് ചോദിക്കുന്നുണ്ട്, കരുണ നീ ഇടത്തേക്ക് കൊടുക്കാൻ വേണ്ടി വിഷം കലർത്തി വെച്ച പായസം എങ്ങാനും കുടിച്ചായിരുന്നു എന്ന്. ആ സമയത്ത് കരുണ പറയുന്നുണ്ട്, ഇല്ല ഉണ്ണിയേട്ടാ, ഞാൻ നേരത്തെ തന്നെ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിരുന്ന പായസം കുടിച്ചത്, പിന്നെ എങ്ങനെയാണ് ഇങ്ങനെ സംഭവിച്ചത്, എന്തായാലും ഏടത്തേക്ക് വലിയ പ്രശ്നമൊന്നുമില്ല, നിനക്കാണല്ലോ പ്രശ്നം മൊത്തം എന്ന് പറയുന്നു. ആ സമയത്ത് കരുണ ചോദിക്കുന്നുണ്ട്, ശരിക്കും എനിക്ക് എന്താ സംഭവിച്ചത്, എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുമ്പം ഉണ്ണി പറയുന്നുണ്ട്, കുഞ്ഞ് പോയി കരുണ, ഇനി നമുക്ക് കുഞ്ഞില്ല. ആ സമയം കരുണ ഭ്രാന്തെടുത്തതുപോലെ ഉണ്ണിയോട് ചോദിക്കുന്നുണ്ട്, ഉണ്ണിയേട്ടൻ എന്തൊക്കെയായി പറയണേ, എൻ്റെ കുഞ്ഞ് പോയിന്നോ, എൻ്റെ കുഞ്ഞ് പോയാൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം,
അല്ലെങ്കിൽ തന്നെ ആ മഹാലക്ഷ്മിയുടെ മുമ്പിൽ ഞാൻ ജയിച്ച് നിന്നത് എൻ്റെ കുഞ്ഞിൻ്റെ പേരിലാണ്, ഞാനിതൊരിക്കലും സമ്മതിക്കൂല എന്നും പറഞ്ഞുകൊണ്ട് കരുണ പ്രാന്തെടുത്തതുപോലെ കിടന്ന് ബഹളം വയ്ക്കുന്നുണ്ട്. ആ സമയം നമ്മളുടെ പ്രതാപൻ്റെ അമ്മയും കൂടി അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പ്രതാപൻ്റെ അമ്മയും കരുണയുടെ അടുത്ത് വന്നിട്ട് മോളൊന്ന് സമാധാനപ്പെട്, ഇനിയും കുഞ്ഞുങ്ങളുണ്ടാവുമല്ലോ, മോൾ എന്തിനാ അതിന് വിഷമിക്കണേന്ന് ചോദിച്ച് സമാധാനിപ്പിക്കണ നേരത്ത് വേണ്ട, നിങ്ങളാരും എന്നെ സമാധാനിപ്പിക്കണ്ട, എല്ലാവരും പൊയ്ക്കോന്നും പറഞ്ഞ് കരുണ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. ആ സമയത്ത് നമ്മളുടെ പ്രതാപൻ്റെ അമ്മയും കരുണയുടെ ആ പാവവും പെരുമാറ്റവും ഒക്കെ കാണുമ്പം ആകെ ഭയന്ന് പോകുന്നുണ്ട്. ഭഗവാനെ ചതിച്ചല്ലോ, ഇനി നമ്മൾ എന്ത് ചെയ്യൂടെ പ്രതാപാന്ന് ഇങ്ങനെ പ്രതാപൻ്റെ അമ്മ പ്രതാപനോട് ചോദിക്കുമ്പം ഉണ്ണിയും എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇനിയിപ്പോൾ മിക്കവാറും കരുണയ്ക്ക് കുഞ്ഞ് പോയതിൻ്റെ ഷോക്കിൽ പ്രാന്താവാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇനി വരുന്ന എപ്പിസോഡുകളിൽ മിക്കവാറും ആ ഒരവസ്ഥയിലായിരിക്കും കരുണേനെ കാണിക്കുന്നത്. കാരണം വേറൊന്നുമല്ല, കരുണ മഹാലക്ഷ്മിക്ക് കുഞ്ഞുങ്ങളുണ്ടാവില്ല, എനിക്ക് കുഞ്ഞുണ്ടെന്നും പറഞ്ഞ് മഹാലക്ഷ്മിയെ ഒരുപാട് ആക്ഷേപിക്കുകയും അപമാനിക്കുകയൊക്കെ ചെയ്യുമായിരുന്നല്ലോ. അപ്പോൾ അതിന് തിരിച്ചടിയായിട്ട് കരുണയുടെ കുഞ്ഞ് പോയി കഴിഞ്ഞാൽ കരുണയ്ക്ക് അത് ഒരിക്കലും താങ്ങാൻ പറ്റില്ല. മിക്കവാറും കരുണ ഇനി സമനില തെറ്റിയ അവസ്ഥയെ തന്നെയായിരിക്കും. നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.